ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അജിത. ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായും ഒരു വ്യവസ്ഥകളുമില്ലാതെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു. എന്നാൽ നാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകലെയായി. നമ്മുടെ പാപങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നതിനും നിത്യജീവൻ പ്രാപിക്കുന്നതിനുമായിട്ട് ദൈവം സ്വർഗത്തിലെ കുഞ്ഞാടായ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനാണ്. യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും പുനരുത്ഥാനവും വഴി നമ്മുടെ പാപങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിച്ചു കഴിഞ്ഞതാണ്. യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ ലഭിക്കുന്നു. ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ ഇടയിൽ ദൈവം നമുക്ക് ഒരേ ഒരു നാമമേ രക്ഷയ്ക്കായിട്ട് നൽകിയിട്ടുള്ളൂ. അത് യേശു എന്ന നാമമാണ്. യേശു എന്ന പേരിന് അർത്ഥം തന്നെ സ്വന്തം ജനങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ്. യേശുവിനെ കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാം രക്ഷ പ്രാപിക്കും. നാം പാപികളായിരിക്കെ യേശു കുരിശിൽ മരിച്ചു. കാൽവരി കുന്നിൽ നമുക്ക് വേണ്ടിയിട്ട് ചിന്തിയ യേശുവിൻ്റെ വിലയേറിയ തിരുരക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ രക്ഷ നമുക്ക് ദൈവത്തിൽ നിന്ന് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ യേശുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനമാണ് ഈ രക്ഷ. ദൈവത്തിൻ്റെ കൃപയാണ്. ഇതിൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഞാൻ യേശു രക്ഷകനാണ് എന്ന് തിരിച്ചറിയുന്നത് 2012 അന്നു മുതൽ ഇന്നുവരെ യേശുവിൻ്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു പോരുന്നു. വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും യേശുവിനെ വിശ്വസിച്ച, യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച അന്നു മുതൽ ഇന്നുവരെ ഏറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യേശുവിനെ രക്ഷകനായിട്ട് അറിയുന്ന അന്നുവരെ ഞങ്ങളുടെ ജീവിതം വളരെയധികം ദയനീയമായിരുന്നു. വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും നിരാശയിലൂടെയൊക്കെ കടന്നുപോയ ജീവിതമായിരുന്നു ഞങ്ങളുടേത്. എല്ലാം യേശു മാറ്റിമറിച്ചു. യേശുവിനെ രക്ഷകനായിട്ട് ഞങ്ങൾ സ്വന്തമാക്കിയപ്പോൾ, യേശു ഞങ്ങളെ സ്വന്തമാക്കിയപ്പോൾ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു. യേശുവിലും യേശുവിൻ്റെ വചനത്തിലും നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദാനമായ ഈ രക്ഷയെ നമുക്ക് സ്വന്തമാക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.